ലോകത്തിലെ ഏറ്റവും വിപ്ലവകരവും അതിലേറെ അത്ഭുതകരവുമായ ഒരു മുന്നേറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ് 3D പ്രിന്റിംഗ് അഥവാ അഡിക്റ്റീവ് മാനുഫാക്ചറിംഗ് എന്ന സാങ്കേതിക വിദ്യ. ഒരു പക്ഷേ ഇന്റർനെറ്റിനേക്കാൾ വിജയകരവും ലോകവ്യാപകവുമായിരിക്കും 3D പ്രിന്റിംഗ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ന് 3D പ്രിന്റിംഗ് വിവിധ മേഖലകളിൽ അതിന്റെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ചിലവിൽ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഈ സാങ്കേതിക വിദ്യ ഭാവിയിലെ ഉൽപാദന മേഖലയിൽ ശക്തമായ സ്വാധീനം തന്നെയായിരിക്കും ചെലുത്താൻ പോകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് 3D പ്രിന്റിംഗ്? അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്താൻ പോകുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. പത്രവും മാഗസിനും എല്ലാം അച്ചടിക്കുന്ന മറ്റു പ്രിന്ററുകളെ പോലെ തന്നെ 3D പ്രിന്ററും ഒരു പ്രിന്റിംഗ് മെഷീൻ ആണ്. പക്ഷേ മറ്റുള്ളവയിൽ നിന്നും വളരെ വ്യത്യസ്തമായ 3D പ്രിന്റിംഗ് നമ്മുടെ സ്വപ്നങ്ങളെ തന്നെ പ്രിന്റ് ചെയ്യുന്നു. അതെ, നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു വസ്തുവിനെയും കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് രൂപം കൊടുത്ത് ഈ സാങ്കേതിക വിദ്യയിലൂടെ 3D രൂപത്തിൽ പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇതിനായി ഏതുതരം മെറ്റീരിയൽ തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. 3D പ്രിന്റിംഗിലൂടെ ഒരു വസ്തുവിനെ അച്ചടിക്കുമ്പോൾ മെറ്റീരിയൽ പാഴായി പോകുന്നത് നമുക്ക് തടയാൻ കഴിയുന്നു. കാരണം അതിന്റെ പ്രവർത്തന സമയത്ത് കട്ടിംഗ്, ഷേപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും തന്നെ ആവശ്യമായി വരുന്നില്ല. കമ്പ്യൂട്ടറിലൂടെ നമ്മൾ രൂപകൽപ്പന ചെയ്ത വസ്തുവിനെ കൃത്യമായി അത് പ്രിന്റ് ചെയ്തു തരും. മറ്റുള്ളവയെ പോലെ 3D പ്രിന്റിംഗും പൊതുവായിട്ടുള്ള ഒരു ഉപകരണമാണെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ ഈ സാങ്കേതിക വിദ്യ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 ആകുന്നതോടെ 3D പ്രിന്റിംഗിന്റെ വിപണിയിലെ വളർച്ച $40 ബില്യൺ എത്തിപ്പെടും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 3D പ്രിന്റിംഗ് കേവലം കളിപ്പാട്ടങ്ങളോ വസ്തുക്കളോ സങ്കീർണമായ ഘടനകളോ മാത്രമല്ല അച്ചടിക്കുന്നത്. ഉയർന്ന വിലയിലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ രോഗികൾക്ക് താങ്ങാനാവുന്ന വിലയിൽ അനുയോജ്യമായ രീതിയിൽ ഈ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ ഇതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന കാര്യം കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതുകൂടാതെ മനുഷ്യ ശരീരത്തിലെ ഭാഗങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് തുടങ്ങി നമ്മുടെ ചിന്തകൾക്കപ്പുറമുള്ള കാര്യങ്ങളെ 3D പ്രിന്റിംഗിലൂടെ വാർത്തെടുക്കാൻ കഴിയുന്നു. തീർച്ചയായും 3D പ്രിന്റിംഗ് എന്ന മേഖലയിലൂടെ നമ്മൾ ആഴത്തിൽ തന്നെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. 3D പ്രിന്റർ മറ്റു പ്രൊഡക്ഷൻ മെഷീനുകളെ പോലെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളതല്ല. ഒരു 3D പ്രിന്ററിന് എല്ലാവർക്കും ഉപയോഗിക്കാൻ പാകമായ രീതിയിൽ വിശാലമായ ആപ്ലിക്കേഷനുകൾ ഉണ്ട്. കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നത് മുതൽ യഥാർത്ഥ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വരെ നമുക്കിതിലൂടെ സാധ്യമാകുന്നു. 3D പ്രിന്റിംഗ് ലോകം അത്രയും വലുതാണ്. 3D പ്രിന്ററുകൾക്ക് ഒരു ഉൽപ്പന്നത്തെ അതിന്റെ ഏറ്റവും ചെറിയ വിശദാംശങ്ങളിലേക്ക് തന്നെ മാറ്റാൻ കഴിയും. ആർക്കിടെക്ചർ മേഖലയിലെ എഞ്ചിനീയർമാർ കൈകൊണ്ട് ഉണ്ടാക്കിയിരുന്ന മോഡലുകൾ ഇന്ന് 3D പ്രിന്റർ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. അതെ, 3D പ്രിന്റർ ഇതിനോടകം നിർമ്മാണ മേഖലയെ കൈകളിലെടുത്തു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഒരു 3D പ്രിന്റർ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള ഗുണമേന്മയുള്ള ഉൽപ്പന്നം എങ്ങനെയായിരിക്കും ലഭിക്കുക? വരൂ, നമുക്ക് 3D പ്രിന്റിംഗിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകാം. ഒന്നാമത്തെ ഘട്ടം എന്താണെന്ന് നോക്കിയാലോ. ആദ്യം ഒരു മോഡലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വസ്തുക്കളെയെല്ലാം ത്രിമാന രൂപത്തിലാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. മിനിയേച്ചർ ആർട്ട്, ഡെന്റിസ്ട്രി, ആർക്കിടെക്ചറൽ മോഡലുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ മേഖലകളെല്ലാം 3D മോഡലിംഗിന് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സ്പെയർ പാർട്സ് നിർമ്മിക്കാൻ വരെ ഇന്ന് 3D പ്രിന്റർ ഉപയോഗിക്കുന്നു. അതിശയമായിരിക്കുന്നു അല്ലേ? ഉൽപ്പന്നത്തിന്റെ മോഡൽ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ സ്ലൈസിംഗ് ആണ് അടുത്ത ഘട്ടം. നമ്മൾ മനുഷ്യർക്ക് ത്രിമാന രൂപത്തിലുള്ള ഏതൊരു വസ്തുവിനെയും സങ്കല്പിക്കുവാനും മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ടല്ലോ, ഇല്ലേ? പക്ഷേ 3D പ്രിന്ററിനെ ആ രീതിയിൽ മനസ്സിലാക്കാനായി G-കോഡ് എന്നൊരു പ്രത്യേക സംവിധാനം ആവശ്യമാണ്. എന്താണ് G-കോഡ്? കമ്പ്യൂട്ടർ എയ്ഡഡ് നിർമ്മാണ പ്രക്രിയകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു കൺട്രോൾ കോഡാണ് G-കോഡ്. ഇവിടെ 3D മോഡലിന്റെ സ്ലൈസിംഗ് പ്രോസസ് പ്രിന്ററിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു G-കോഡായി മാറുന്നു. അതിലൂടെ പ്രിന്റർ ത്രിമാന രൂപത്തിൽ വസ്തുവിനെ മുറിച്ചെടുക്കുന്നു. അതെ,
ഒരു 3D പ്രിന്ററിന്റെ ഭാഷ തന്നെയാണ് ജി കോഡ്. മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്ന നോസിലോട് കൂടെയുള്ള മറ്റു സാധാരണ പ്രിന്ററുകളെ പോലെ തന്നെയാണ് 3D പ്രിന്ററും. ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കുന്ന പ്രിന്റ് ഹെഡ്, ഇവയെ നിയന്ത്രിക്കുന്ന ഗൈഡുകൾ, ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനം എന്നിവയടങ്ങിയതാണ് 3D പ്രിന്ററുകൾ. 3D രൂപത്തിലേക്ക് ഉൽപ്പന്നം തയ്യാറായി വരുന്നത് വരെ അതിനാവശ്യമായി വരുന്ന മെറ്റീരിയലുകൾ ലെയറുകളായി പ്രതലത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കും. ഈ രീതിയിൽ ജി കോഡിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി 3D പ്രിന്റർ വസ്തുവിനെ ത്രിമാന രൂപത്തിൽ പ്രിന്റ് ചെയ്തെടുക്കുന്നു. അങ്ങനെ വസ്തുവിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അഥവാ അത് പ്രിന്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രിന്ററിൽ നിന്ന് അത് നീക്കം ചെയ്തെടുക്കുക എന്നതാണ് അടുത്ത ഘട്ടം. മിക്കതിലും നമുക്കിത് എളുപ്പം തന്നെ നീക്കം ചെയ്യാൻ കഴിയും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ അത് നീക്കം ചെയ്യാൻ പ്രത്യേക തരം കഴിവുകൾ തന്നെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് ഒരു 3D പ്രിന്റർ പ്രവർത്തിക്കുന്നത്. 3D പ്രിന്റിംഗിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായി പൊതുവായി ഉപയോഗിക്കാറുണ്ടായിരുന്ന മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആയിരുന്നു. എന്നാൽ കാലക്രമേണ വിവിധ തരത്തിലുള്ള മെറ്റീരിയൽ പ്രിന്റിങ്ങിനായി ഉപയോഗിച്ചു തുടങ്ങി. ഇന്ന് വുഡ്, മെറ്റൽ, സെറാമിക് എന്നിവ വരെ അത് എത്തി നിൽക്കുന്നു. പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന്റെ സ്വഭാവം അനുസരിച്ച് അതിനെടുക്കുന്ന സമയവും വ്യത്യസ്തമാണ്. മൈക്രോ ഒബ്ജക്റ്റുകൾ പ്രിന്റ് ചെയ്യാൻ വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രം വേണ്ടി വരുമ്പോൾ ഒരു മീഡിയം സൈസ് വസ്തു പ്രിന്റ് ചെയ്യാൻ ഏതാനും മണിക്കൂറുകളാണ് ആവശ്യമായി വരുന്നത്. വീട് പോലെയുള്ള വലിയ രൂപങ്ങൾ പ്രിന്റ് ചെയ്യുന്നതിനായി നിരവധി ദിവസങ്ങളും എടുത്തേക്കാം. പ്രിന്റ് ചെയ്യേണ്ട വസ്തുവിനും അതിനാവശ്യമായ മെറ്റീരിയലിനും അനുസരിച്ചുള്ള വിവിധ തരം 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യകൾ ഇന്ന് ലഭ്യമാണ്. 3D പ്രിന്റിംഗ് കേവലം ഒരു ആശയമോ ഒരു ബേസിക് മോഡലോ അല്ല. ഇതൊരു മുഖ്യധാര സാങ്കേതിക വിദ്യയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ മുതൽ വലിയ വ്യാവസായിക മേഖലകൾ വരെ 3D പ്രിന്റിങ്ങിനെ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഉൾപ്പെടുത്തുന്നു. 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് അവർ തങ്ങളുടെ മേഖലയിലെ എല്ലാവിധ ആവശ്യങ്ങൾക്കും പരിഹാരം കാണുന്നു. ഏകദേശം 51% കമ്പനികൾ ഇന്ന് 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നു. ഓട്ടോമോട്ടീവ് കമ്പനികൾ വാഹനത്തിന്റെ സ്പെയർ പാർട്ടുകൾ നിർമ്മിക്കാനായി 3D പ്രിന്ററുകളെ ആശ്രയിക്കുന്നു. ഇവിടെ മെറ്റൽ ജെറ്റിങ്ങിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. 3D പ്രിന്റിങ്ങിനെ കുറിച്ച് അടുത്ത കാലം വരെ ലോക ജനസംഖ്യയിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ ധാരണയുണ്ടായിരുന്നുള്ളൂ. നമ്മളിൽ മിക്ക പേർക്കും ഇതൊരു പുതിയ മേഖലയാണ്. ഏതൊരു ടെക്നോളജിയുടെയും ആദ്യഘട്ടം എന്ന് പറയുന്നത് അതിന്റെ പരീക്ഷണ ഘട്ടം തന്നെയാണ്. ചുരുക്കം ചില കമ്പനികൾ മാത്രമാണ് ഇത് ചെയ്യുന്നത്. പ്രധാനമായും ഇതിന് വരുന്ന ചിലവും ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ആയിരുന്നു ഇതിന് കാരണം. ഇന്ന് ലോകത്തെ 3D പ്രിന്റിംഗിൽ അച്ചടിച്ച ആദ്യത്തെ ഓഫീസ് കെട്ടിടം ഒരു ആഴ്ച കൊണ്ട് നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3D പ്രിന്റിംഗ് വലിയ തോതിൽ നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കാമെന്ന് ദുബായ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 2030 3D പ്രിന്റിംഗിൽ നിർമ്മിച്ച വീട് ഏതാണെന്ന് അല്ലാത്തതേതെന്ന് നമുക്ക് വേർതിരിച്ചു കഴിയാനാവാത്ത വിധമായി തീർന്നിരിക്കും. ഇന്ത്യയിലെ നിർമ്മാണ കമ്പനിയായ L&T ആണ് 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഇരുനില കെട്ടിടം ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയുള്ള ഇന്ത്യ പോലുള്ള രാജ്യത്ത് 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനാകും. ഇന്ത്യയും ചൈനയും ഈ ടെക്നോളജിയുടെ ഉപയോഗത്തിൽ മുന്നിൽ തന്നെയാണ്. നിങ്ങൾ ഒരു ദിവസം ഒരു KFCയിൽ പോകുമ്പോൾ അവിടെ നിന്നും അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, സാർ, എന്താണ് ഞാൻ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തു തരേണ്ടത്? വളരെ ആകർഷകമായിരിക്കുന്നു അല്ലേ ആ ചോദ്യം? അതെ, 3D പ്രിന്റിംഗിൽ വസ്തുക്കളെ മാത്രമല്ല ഭക്ഷണ പദാർത്ഥങ്ങളെയും പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഭാവിയിൽ ഇതിന് വലിയ സാധ്യതകളാണ് ഉള്ളത്. ഏകദേശം 3 പതിറ്റാണ്ടുകളായി 3D പ്രിന്റിംഗ് ടെക്നോളജി നിലവിൽ വന്നിട്ട്. എന്നാൽ ഇതിന്റെ സാധ്യതകളെക്കുറിച്ചും സാങ്കേതികതയെക്കുറിച്ചുമെല്ലാം വ്യക്തമായി ഒരു ധാരണ സമൂഹത്തിലേക്ക് എത്തുന്നത് ഈ അടുത്ത കാലത്താണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ കമ്പനികളെല്ലാം 3D പ്രിന്ററുകളുടെ ഉപയോഗം വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 3D പ്രിന്റിംഗ് ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലാളിത്യം കൊണ്ടും ഒതുക്കം കൊണ്ടും അതിലേറെ പ്രാധാന്യമായി താങ്ങാനാവുന്ന വില ആയതുകൊണ്ടും
ലോകം അത് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. സാധാരണ നിലയിലുള്ള ഒരു കുഞ്ഞു കച്ചവട മേഖലയിലാവട്ടെ, ഇനി അതല്ലെങ്കിൽ ഒരു വലിയ വ്യവസായശാലയിലാകട്ടെ, അതുമല്ലെങ്കിൽ നമ്മുടെ വീടുകളിലാവട്ടെ, 3D പ്രിന്റർ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്നു. പരമ്പരാഗതമായി പിന്തുടർന്നു പോന്ന രീതികൾ ഉപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടേറി നിർമ്മിച്ചിരുന്ന വസ്തുക്കൾ ഒരു 3D പ്രിന്റർ വളരെ ലളിതമായി പ്രിന്റ് ചെയ്യുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ടെക്നോളജിക്ക് വലിയ സാധ്യതകളാണ് ഉള്ളത്. എഞ്ചിനീയറിംഗ് മുതൽ ആരോഗ്യ പരിപാലനം, ഉൽപാദനം, ഫാഷൻ എന്ന് തുടങ്ങി നിരവധി മേഖലകളിൽ 3D പ്രിന്റിംഗിന്റെ ആപ്ലിക്കേഷനുകൾ ഉണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർമ്മാണ മേഖലയാണ്. ഒരു യൂസറിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുമുള്ള ടൂളുകൾ വരെ കമ്പനികൾ നിർമ്മിച്ചു നൽകുന്നു. ഇത് കൂടാതെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ടൂളുകൾ സ്വയം നിർമ്മിക്കാനും അതുപയോഗിച്ച് പ്രിന്റ് ചെയ്യാനുമുള്ള സാധ്യതകൾ ഈ ടെക്നോളജി നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. റിസർച്ച് ലാബുകളിൽ കോംപ്ലക്സ് ജിയോമെട്രിക്കൽ സ്ട്രക്ചറുകളും ബയോളജിക്കൽ സ്ട്രക്ചറുകളും നിർമ്മിക്കുന്നതിനായി 3D പ്രിന്ററുകളെ ഉപയോഗിക്കുന്നു. 3D പ്രിന്റിംഗ് ഒരു പൊതുമേഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ടെക്നോളജി ഉപയോഗിച്ച് വിദ്യാർത്ഥിനികൾക്ക് ആവശ്യമായ പ്രാക്ടിക്കൽ മോഡലുകൾ നിർമ്മിക്കാൻ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു സാധ്യത ഒരു പക്ഷേ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കും. സിവിൽ എഞ്ചിനീയർമാർ കെട്ടിടങ്ങളുടെ മോഡലുകൾ കൈകൊണ്ട് ഉണ്ടാക്കി വെക്കാറാണുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലേ അത്? എന്തിനായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നത്? അതെ, തങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടത്തെക്കുറിച്ചുള്ള കൃത്യമായി ധാരണ കിട്ടാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഒരുപാട് സമയമെടുത്ത് അവർ തയ്യാറാക്കാറുള്ള ഇത്തരം സങ്കീർണമായ മോഡലുകൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു 3D പ്രിന്റർ നിർമ്മിക്കുന്നു. ഇതിനെല്ലാമാണ് 3D പ്രിന്റർ ആർക്കിടെക്ചർ മേഖലയിലും നിർമ്മാണ മേഖലയിലുമെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. മെഡിക്കൽ അതുപോലെ ഹെൽത്ത് കെയർ രംഗത്തെല്ലാം 3D പ്രിന്റിംഗ് വളരെ ഫലപ്രദമാണെന്നാണ് ഇതിനോടകം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യ പരിപാലന മേഖല വളരെ ചെലവേറിയ ഒന്നാണ്. സർജിക്കൽ ആവശ്യങ്ങൾക്കായ ഉപകരണങ്ങൾ, ഹെൽത്ത് കെയർ ഉപകരണങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വലിയ വിലയാണ്. എന്നാൽ 3D പ്രിന്റിംഗ് ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ അവരുടെ ബഡ്ജറ്റിനൊത്ത് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. വ്യക്തികൾക്ക് അനുസൃതമായ 3D പ്രിന്ററിൽ രൂപകൽപ്പന ചെയ്യുന്ന പല്ല്, ചെവി തുടങ്ങിയ വിവിധ മനുഷ്യ ശരീര അവയവങ്ങളും മറ്റു മെഡിക്കൽ ഉപകരണങ്ങളും എല്ലാ ഉപഭോക്താക്കൾക്കും വലിയ ആശ്വാസമായാണ് നൽകുന്നത്. ഇവയ്ക്കെല്ലാം പുറമെ ഇന്ന് നമുക്ക് 3D പ്രിന്റിംഗ് ഇംപ്ലാന്റുകൾ ലഭ്യമാണ്. ഡിമാൻഡ് കൂടുതലായതുകൊണ്ടും വലിയ രീതിയിൽ ക്ഷാമം നേരിടുന്നതുകൊണ്ടും ഇംപ്ലാന്റുകൾ പൊതുവെ വലിയ ചിലവേറിയ ഒന്നാണ്. എന്നാൽ ഒരു 3D പ്രിന്റർ ഉപയോഗിച്ച് നമുക്ക് ഇവയും മിനിറ്റുകൾക്കുള്ളിൽ നിർമ്മിക്കാൻ കഴിയുന്നു. ഇതിന്റെ ആപ്ലിക്കേഷനു മേലുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശ യാത്രികർ ഭക്ഷണം കഴിക്കുന്നതിന്റെയും അതിജീവിക്കാൻ ശ്രമിക്കുന്നതിന്റെയും വീഡിയോകൾ നിങ്ങൾ യൂട്യൂബിലും മറ്റും കണ്ടിട്ടുണ്ടാകുമല്ലോ. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണല്ലേ അത്? എന്നാൽ 3D പ്രിന്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ബഹിരാകാശത്ത് വെച്ച് ആഹാര പദാർത്ഥങ്ങൾ പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നാസ. പല ബഹിരാകാശ സംഘടനകളും സീറോ ഗ്രാവിറ്റിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന 3D പ്രിന്ററുകളെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 200-ൽ പരം ഉൽപ്പന്നങ്ങളാണ് ഇതിനോടകം 3D പ്രിന്റർ ഉപയോഗിച്ച് നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നത്. 3D പ്രിന്റർ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ പ്രിന്റ് ചെയ്യുമെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതൊരു പുതിയ അറിവല്ല, അല്ലേ? കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ ഇതിനോടകം 3D പ്രിന്ററുകൾ കൊണ്ട് വീടുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നാൽ നാസ ഇതിനെല്ലാം മുകളിൽ വലിയൊരു ചുവടുവെപ്പ് നടത്താനുള്ള ശ്രമത്തിലാണ്. ബഹിരാകാശത്ത് 3D പ്രിന്റർ ഉപയോഗിച്ച് എങ്ങനെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാമെന്ന പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാസ. പ്രധാനമായും ചന്ദ്രനിൽ ആണ് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇതെല്ലാമാണ് 3D പ്രിന്റിംഗിന്റെ വരാനിരിക്കുന്ന പ്രധാന ആപ്ലിക്കേഷനുകൾ.